ഇന്ന് ചില്ലൂസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയായ മുട്ട മസാലക്കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ 4 മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടാകണം. ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് നന്നായി മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ സബോള ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഈ സബോളയും നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുട്ട അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടിയാണ് വേറൊരു പാൻ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വഴണ്ടി വന്ന സബോളയ്ക്ക് ഉള്ളിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നോടം വരെ വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാനായിട്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഈ പൊടി വേഗം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഈ മുട്ട മസാലക്കറിയുടെ ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ നമ്മൾ പൊടി കരിയാതെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ മറ്റേ പാനിൽ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട അതിനകത്തേക്കിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം. മുട്ട പുഴുങ്ങിയത് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയെല്ലാം മൂത്തു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ഗ്രേവി മതി, ഒത്തിരി വേണ്ട. ചോറിന് ഒരു കുഴമ്പ് പോലെ ഇരിക്കുന്ന മസാല കറിയാണിത്. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കാതെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുഴമ്പ് പോലെ വരണം. അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് നന്നായി തിളപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച് ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് വറ്റിക്കാം. ഒത്തിരി വെള്ളം പോലെ കിടക്കരുത്. ഗ്രേവി പാകത്തിനായി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോൾ വേണം ഈ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മസാലയൊക്കെ അതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മസാല കൂട്ടി ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടക്കറി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ മുട്ട റെഡിയായി കഴിഞ്ഞു. താങ്ക് യു.